ഇനി നമുക്ക് നോക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഡീമ്യൂച്വലൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. പുതിയൊരു ടേമല്ല, നിങ്ങൾക്കിത് ലാസ്റ്റ് ഇയറും മറ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കേട്ട ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ ഡീമ്യൂച്വലൈസേഷൻ എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് ഇനി നോക്കാനുള്ളത്. ഡീമ്യൂച്വലൈസേഷൻ ഈസ് റെഫേഴ്സ് ടു ദി ട്രാൻസ്ഫറിങ് ദ ലീഗൽ സ്ട്രക്ചർ ഓഫ് എൻ എക്സ്ചേഞ്ച് ഫ്രം എ മ്യൂച്വൽ ഫോം ടു എ ബിസിനസ് കോർപ്പറേഷൻ ഫോം. അതായത് ആൾറെഡി നമ്മൾ ഫ്രെയിം ചെയ്ത ബിസിനസ് സ്ട്രക്ചർ, അതല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ലീഗൽ സ്ട്രക്ചറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുക. അപ്പോൾ ആദ്യം നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് തുടങ്ങിയതെങ്കിൽ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനായിട്ട് മാറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡീമ്യൂച്വലൈസേഷൻ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ ഇന്ത്യയിലൊക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറയുമ്പോൾ ജനറലി അത് ഫസ്റ്റ് ടൈമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്ന സമയത്ത് നോൺ പ്രോഫിറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ അതേ നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങളോ അതല്ലെങ്കിൽ അവിടെ ബ്രോക്കേഴ്സും അവരുടെ ഡീലിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺഫ്ലിക്റ്റുകളൊക്കെ കാരണം ആണ് എന്ത് വരുന്നത്, ഈ ഡീമ്യൂച്വലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നത്. മെയിനായിട്ട് നമ്മൾ 3 ഫങ്ഷൻസ് ആണ് അവിടെ കാണുന്നത്. ഓണർഷിപ്പ്, മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ആർ ഓർഗനൈസ്ഡ് ബൈ ദ സിംഗിൾ ഗ്രൂപ്പ് ഇൻ എ മ്യൂച്വൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ബ്രോക്കേഴ്സ് ഹൂ ട്രേഡ് ഓൺ ദം കളക്റ്റീവ്ലി ഓൺ ആൻഡ് റൺ ദം. അവിടെ ബ്രോക്കേഴ്സ് അവരുടേതായ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻട്രസ്റ്റിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പാറ്റേണൊക്കെ അവർ സ്വീകരിച്ചു വരുമ്പോൾ അത് ഇവർക്ക് തമ്മിൽ ഒരു ഓണർഷിപ്പിൻ്റെ അല്ലെങ്കിൽ റൈറ്റിൻ്റെ അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുന്നതിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രസ്റ്റിൽ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ബുദ്ധിമുട്ടും ഡിഫിക്കൽട്ടി നേരിടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ലീഗൽ സ്ട്രക്ചറിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുക. അതിനെ പറയുന്ന പേരാണ് ഡീമ്യൂച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഡീമ്യൂച്വലൈസേഷൻ എന്നത് നമുക്ക് പല രീതിയിൽ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ദ മെമ്പർഷിപ്പ് ഇൻ 2 പാർട്ട്. ഒന്ന് ട്രേഡിംഗ് റൈറ്റ് ആൻഡ് ഓണർഷിപ്പ്. അതായത് ഓണേഴ്സ് ആയിട്ട് ഉള്ള ആളുകളും ട്രേഡിംഗ് റൈറ്റ് എന്ന് പറയുന്ന ആളുകളും രണ്ടും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പിന് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി. ഇവിടെ ഓണേഴ്സായിട്ടിരിക്കും, ബാക്കിയുള്ള ട്രേഡിംഗ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിനുള്ള റൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന വേറൊരു വിഭാഗം ആളുകൾ. ആ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. അതിപ്പോൾ ആ സമയത്ത് അവർ ഡിസൈഡ് റേഷ്യോ നോക്കിയിട്ടായിരിക്കും ഇതിൻ്റെ ഓണർഷിപ്പും അതേപോലെ ട്രേഡിംഗ് റൈറ്റ് ആരൊക്കെയാണ് ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. The ownership right is then further split into number of shares, the total value of which would be equal to net asset ഓഫ് ദി എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ ലീഗൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ തന്നെ നമ്പർ ഓഫ് ഷെയർസിൻ്റെ ആ ഒരു എണ്ണം അതിലൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മാറ്റങ്ങൾ വരുത്തുക. ആ രീതിയിൽ നമുക്ക് എന്ത് നടത്താം, ഡീമ്യൂച്വലൈസേഷൻ ചെയ്യാം. The shares would then be distributed to the members of the exchange and could even be listed on that exchange without making a public offer. നമ്മളിങ്ങനെ ഡീമ്യൂച്വലൈസേഷൻ ചെയ്തതിന് ശേഷം പബ്ലിക്കിന് പ്രത്യേകിച്ച് പുതിയൊരു ഓഫറൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നേരത്തെ ചെയ്ത ആ ഒരു ലിസ്റ്റിങ്ങിൻ്റെ ബേസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇത് സ്റ്റോക്കിംഗ് അതല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്നുള്ളൊരു പേരും നമുക്കിതിന് പറയാം. അതായത് ഡീമ്യൂച്വലൈസേഷൻ്റെ വേറൊരു രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയാം. ആ ഒരു കൺട്രോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അത്ര സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കോർപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് ഇറ്റ്സ് ഓൺ ഒബ്ജക്റ്റീവ്. അവർക്ക് പണ്ട് അവർ ഫ്രെയിം ചെയ്ത സമയത്ത് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒബ്ജക്റ്റീവ്സൊക്കെ ഉണ്ടാകും. അത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോഴാണ് ഡീമ്യൂച്വലൈസേഷനിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ 2 രീതിയിൽ നമുക്കിങ്ങനെ കൺവേർഷൻ ചെയ്യാം. മെയിനായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെ ഡീമ്യൂച്വലൈസേഷൻ ചെയ്ത 2 എക്സ്ചേഞ്ചുകളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ OTCI, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇങ്ങനെ ഡീമ്യൂച്വലൈസേഷൻ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഇവിടെ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ ബിസിനസ് അറിയാവുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ്സിലേക്ക് ഹയർ ചെയ്തിട്ട് അതിൻ്റെ ഡെയിലി ട്രേഡിങ് അല്ലെങ്കിൽ കൺട്രോളൊക്കെ അവരെ ഏൽപ്പിക്കുക. എലിമിനേറ്റ് ദ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ദ എക്സ്ചേഞ്ച് ആൻഡ് ബ്രോക്കർ മെമ്പേഴ്സ്. അപ്പോൾ അതിലൂടെ നമുക്കൊരു പരിധി വരെ ബ്രോക്കർ മെമ്പേഴ്സും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റും. ദ നെക്സ്റ്റ് വൺ, ദിസ് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ബ്രോക്കേഴ്സ് യൂസിങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർ പേഴ്സണൽ ഗെയിൻ.
അതായിരുന്നു മെയിനായിട്ട് ഡീമ്യൂച്വലൈസേഷനിലേക്ക് വഴിവെക്കുന്ന കാരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ബ്രോക്കേഴ്സ് അവരുടെ സ്വാർത്ഥ താല്പര്യം അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസിനെതിരായി പോകുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഡീമ്യൂച്വലൈസേഷൻ നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഒരു പരിധി വരെ കുറക്കാൻ നമുക്ക് കഴിയും. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഡീമ്യൂച്വലൈസേഷൻ ഹെൽപ്പ് ടു ആക്സസ് മോർ റിസോഴ്സസ്. കാരണം ഇവിടെ ഗ്ലോബലൈസേഷൻ നടക്കുകയാണ്. ദ നീഡ് ഫോർ എൻട്രിങ് ഇൻ ടു സ്ട്രാറ്റജിക് അലയൻസ് വിത്ത് അതർ എക്സ്ചേഞ്ച് ഓർ അക്വയറിങ് അതർ എക്സ്ചേഞ്ചസ് ഫോർ ഗ്രോത്ത് ഓർ ഈവൻ സർവൈവൽ ഹാസ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. അതായത് നമുക്കിപ്പോൾ ഒരു ആൾറെഡി നമ്മളൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബോഡി ഓഫ് അസോസിയേഷനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡീമ്യൂച്വലൈസേഷൻ ചെയ്ത് അതായത് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയൊക്കെ ആയിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലീഗൽ സ്ട്രക്ചറിലേക്ക് മാറുമ്പോൾ അവിടെ നമുക്ക് വൈഡായിട്ട് റിസോഴ്സസ് കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് A corporatized structure is best suited for this as it facilitates faster decision making and easy access to finance. ഓണർഷിപ്പ് ഒരാളിൽ കൺട്രോൾ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് മറ്റൊരു ബെനിഫിറ്റായിട്ട് അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ദ ഓപ്പറേഷൻ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിക്കം മോർ ട്രാൻസ്പെറൻറ്റ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഫോർ ദ മെമ്പേഴ്സ് ടു ഡീമ്യൂച്വലൈസേഷൻ മേക്ക് എ സെൻസ് as it make their asset liquid which make the member can easily sell. ലിക്വിഡിറ്റി ഒരു കൂടെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ദ നെക്സ്റ്റ് വൺ വരുന്നത് ഡീമ്യൂച്വലൈസേഷൻ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിക്കെയിം എ പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ടാണ് തുടങ്ങിയെങ്കിൽ ഡീമ്യൂച്വലൈസേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് മേക്കിംഗ് ആക്കിയിട്ട് പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് മേക്കിംഗ് എൻറ്റിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ദ മെമ്പേഴ്സ് ഗെറ്റ് എ ഷെയർ ഓഫ് ദി പ്രോഫിറ്റിൻ്റെ ഷെയർ ഡിവിഡൻഡ് എന്നുള്ള രീതിയിൽ മെമ്പേഴ്സിനും കൂടെ കിട്ടുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഓർഗനൈസേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1877 ദ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ദ അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1894. ദെൻ തേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൽക്കട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. 1980 അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ദ നെക്സ്റ്റ് വൺ വരുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 1992 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെൻട്രൽ ഓഫീസ് മുംബൈയിലാണ്. ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നേഷൻ വൈഡ് ട്രേഡ് സിസ്റ്റമാണ്. അവിടെ നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കാണാൻ കഴിയും. അവരുടെ ഡീലിംഗ് അല്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ അവിടെ ഫെയർ, എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് ട്രേഡിംഗ് ആണ്. ദ മെമ്പേഴ്സ് ലിങ്ക് ഇൻ ത്രൂ സാറ്റലൈറ്റ് ഓർ കേബിൾ. അതായത് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഡീലിംഗ് നടത്താം. അപ്പോൾ നാഷണൽ വൈഡ് ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ ട്രേഡിംഗ് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആസ് എൻ ഇൻവെസ്റ്റർ, ആസ് എ മെമ്പർ എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അനലൈസ് ചെയ്ത് നമുക്കത് വീക്ഷിക്കാവുന്നതാണ്. 2 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഇപ്പോൾ ഉള്ളത്. BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും. ഇതാണ് ലീഡിംഗ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന, നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. 2 BSEയും NSEയും. ഇത് എന്തുകൊണ്ടാണ് ഇവർ ലീഡിംഗ് ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ടേൺ ഓവർ ഓഫ് ദ ബിസിനസ്സും അതേപോലെ തന്നെ നമ്പർ ഓഫ് സെക്യൂരിറ്റീസ് ലിസ്റ്റഡും ഈ 2 വളരെ മുൻപന്തിയിൽ അല്ലെങ്കിൽ വളരെ മുമ്പിൽ നിൽക്കുന്നത് കാരണമാണ് ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും നമ്മൾ രാജ്യത്തെ ലീഡിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായിട്ട് നിലനിൽക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഓൺലി റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്യാൻ വർക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഈ റെക്കഗ്നൈസ് എന്ന് പറയുമ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആൻഡ് കൺട്രോൾ ബൈ ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1958. അവിടെ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ, കൺട്രോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം സെക്യൂരിറ്റി കോൺട്രാക്ട് ആക്ട് 1956 അനുസരിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു സൂപ്പർവിഷനും
കൺട്രോളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഗവൺമെൻറ് ഡയറക്റ്റ് ആയിട്ടല്ല, അതിനു വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ പേരാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ദ മാനേജ്മെൻറ്റ് ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് വെസ്റ്റഡ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഒരു ഗ്രൂപ്പ് മെമ്പേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഗവേണിംഗ് ബോഡി. അതല്ലെങ്കിൽ നമുക്ക് ഇവരെ എന്ത് വിളിക്കാം? കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. ഈ കമ്മിറ്റി അതല്ലെങ്കിൽ ഗവേണിംഗ് ബോഡിക്കാണ് ഇവിടെ സുപ്രീം അതോറിറ്റി. ഇവരാണ് മെയിനായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫ്രെയിം ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മെയിനായിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന സുപ്രീം അതോറിറ്റി ഈ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കും. ഈ ഗവേണിംഗ് ബോഡിയിൽ ഒരു എലക്റ്റഡ് മെമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും ഫ്രം സ്റ്റോക്ക്. ഈ നമ്മൾ എലക്റ്റഡ് മെമ്പർ ഓഫ് സ്റ്റോക്ക് ഡയറക്ടറാണ്. അപ്പോൾ അയാൾ നമ്മൾ എലക്ട് ചെയ്യപ്പെടുന്നത് ഒന്നുകിൽ സ്റ്റോക്ക് ബ്രോക്കർ മെമ്പേഴ്സിനിടയിൽ നിന്നോ അല്ലെങ്കിൽ പബ്ലിക് റെപ്രസെൻറ്റേറ്റീവോ അതല്ലെങ്കിൽ നോമിനി ഓഫ് ദ ഗവൺമെൻറ് ഓർ സെബി. ഇവരാരെങ്കിലും നോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ഈ ബോഡി, അതായത് ഗവേണിംഗ് ബോഡിയുടെ ഡയറക്ടറാക്കിയിട്ട് എലക്ട് ചെയ്യും. Government has the power to nominate president or vice president of the stock exchange. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രസിഡൻ്റ് അല്ലെങ്കിൽ വൈസ് പ്രസിഡൻറ്റിനെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം കൂടെ ഉണ്ട്. The government also power to appoint of chief executive and public representative. The day-to-day administration of the exchange is vested with an executive director appointed by the government. നേരത്തെ നമ്മളൊരു ഡയറക്ടർ കാര്യം പറഞ്ഞു. ആ ഡയറക്ടർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നുകിൽ എലക്റ്റഡ് ആയിട്ടാണെന്ന് പറഞ്ഞു. ആ ഡയറക്ടറാണ് എന്ത് ചെയ്യുന്നത്? ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. The governing body, this is the supreme authority of the exchange ആണ്. They make rules and bylaw of the exchange. The administration of the stock exchange and the regulation of the trading are done through a number of വർക്കിംഗ് കമ്മിറ്റി. ഡേ ബൈ ഡേ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ നമുക്ക് ഒരു നമ്പർ ഓഫ് വർക്കിംഗ് കമ്മിറ്റി കൂടെ കാണാൻ കഴിയും. ദ ഗവേണിംഗ് ബോഡി ഹാസ് ദ പവർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ദ കമ്മിറ്റി. ഈ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവേണിംഗ് ബോഡിയാണ്. അത് ആർബിട്രേഷൻ കമ്മിറ്റി, ഡിഫോൾട്ടേഴ്സ് കമ്മിറ്റി, ലിസ്റ്റിംഗ് കമ്മിറ്റി, ഈ രീതിയിൽ ഓരോ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കമ്മിറ്റി ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതായത് അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ് ആൾസോ പവർ ടു അഡ്മിറ്റ് ആൻഡ് എക്സ്പൾസ് മെമ്പേഴ്സ്, മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദ എക്സ്ചേഞ്ച്. ഇനി നമുക്ക് നോക്കാനുള്ളത് മെമ്പർഷിപ്പാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മെമ്പർഷിപ്പ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പെർമിറ്റ് ഓൺലി ഇറ്റ്സ് മെമ്പേഴ്സ് ടു ട്രാൻസാക്ട് ബിസിനസ് ഇൻ ലിസ്റ്റഡ് സെക്യൂരിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഓൺലി രജിസ്റ്റേർഡ് മെമ്പേഴ്സിന് മാത്രമാണ് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ട്രേഡിംഗ് നടത്താൻ കഴിയുള്ളൂ. അതേപോലെ കമ്പനി ഒക്കെ ആൾറെഡി അവിടെ ഇങ്ങനെ ലിസ്റ്റിംഗ് ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം എന്ന് പറഞ്ഞു. എവറി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് റിലേറ്റിംഗ് ടു അഡ്മിഷൻ ഓഫ് മെമ്പേഴ്സ്. ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഇപ്പോൾ നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റൂൾസ് ആയിരിക്കില്ല നാഷണൽ NSEയിൽ ഉണ്ടായിരിക്കുക, അതായിരിക്കില്ല OTCയിൽ. അപ്പോൾ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഈ മെമ്പേഴ്സിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആവാം. ഇതുപോലെ തന്നെ ലോക്കൽ അല്ലെങ്കിൽ റീജിയണലായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും അവർക്ക് അവരുടേതായ റൂൾസ് ആയിരിക്കും ഈ മെമ്പേഴ്സിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഓൺലി രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ക്യാൻ ബി എ മെമ്പർ. ഒരു രജിസ്റ്റേർഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സിന് മാത്രമാണ് അവിടെ ഇങ്ങനെ മെമ്പേഴ്സായിട്ട് വരാൻ കഴിയുള്ളൂ. ദേ മസ്റ്റ് ഹോൾഡ് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്. അയാളൊരു ഗ്രാജുവേറ്റ് ആയിരിക്കണം. ആൻഡ് ഷുഡ് രജിസ്റ്റർ വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതേപോലെ തന്നെ അയാൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പോഴാണ് അവർ സ്റ്റോക്ക് ബ്രോക്കേഴ്സായിട്ട് മാറുന്നത്. ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ് അവിടെ മെമ്പേഴ്സായിട്ട് വരുന്നത്. അവർക്ക് മാത്രമാണ് മെമ്പർഷിപ്പ് ഉണ്ടാവുള്ളൂ. അവരിലൂടെ മാത്രമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ബിസിനസ് ട്രേഡിംഗ് നടത്താൻ കഴിയുള്ളൂ. താങ്ക് യു.